ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ നെടുമ്പാശ്ശേരി മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ടുള്ള ബഹുമാന്യ ദിവദാസൻ പാസ്റ്റർ എൽദോ യാക്കോബ് അവറുകൾ, അതുപോലെ ഇന്ന് നമ്മുടെ ഈ സഭയിലെ ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഷാജു ബ്രദറും കുടുംബവും, ഞങ്ങള് ഷൈച്ചാനും കുടുംബവും ഞങ്ങള് വർഷങ്ങളായിട്ട് പരിചയമുള്ളവരാണ്. അവര് കുടുംബമായിട്ട് അവര് കടന്നു വരാനിടയെ അവരെയും കാണുവാൻ സന്തോഷിപ്പാനിടയായല്ലോ. അതുപോലെ ഇന്ന് പുതുതായിട്ട് ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ തേജു കൊച്ചി ബ്രദർ, ദൈവദാസനായ സഹോദരനായ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ നിങ്ങളിവിടെ വരാറുണ്ട് അല്ലേ? മേൽ ചേച്ചിയുടെ മോളല്ലേ ഈ കൊച്ച് അല്ലേ? മണ്ണോലിക്കലേ? ജിജോ, സോറി അവരെ ഓർത്ത് അവര് പതിവായിട്ട് അവരിപ്പോ വരാറുണ്ട്, ആരാധനയ്ക്ക് വരാനിടയായല്ലോ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കായി സ്തോത്രം. നിഖില് ഒക്കെ സുഖം പ്രാപിച്ച് ആരോഗ്യം പ്രാപിച്ചൊക്കെ വരുന്നു. പ്രിയ അമ്മച്ചി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, ദൈവം വില കൊടുക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ആയിപ്പോയിരുന്നു. എന്നാൽ കർത്താവ് വിടിവിച്ചല്ലോ, സൗഖ്യം കൊടുത്തല്ലോ, ഇവിടെ ഒരുമിച്ച് ഇവിടെ വന്ന് കാണാനിടയാക്കിയല്ലോ. കർത്താവിന് സ്തോത്രം. റീന സിസ്റ്ററൊക്കെ വലിയൊരു സർജറിയിലൂടെയൊക്കെ കടന്നുപോയി കഴിഞ്ഞ ദിവസങ്ങളിൽ. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി വിടിവിച്ച് സൂക്ഷിച്ചല്ലോ. അതുപോലെ എല്ലാവർക്കായി ഈ സഭയിലുള്ള പേരെടുത്ത് പ്രത്യേകം എടുത്ത് ഓരോരുത്തരെയും പറയുന്നില്ല, കേട്ടോ, ക്ഷമിക്കണം. എല്ലാവർക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ എനിക്ക് ഒരിക്കൽ കൂടി ഇവിടെ വരാനിടയായത് എന്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യ അവസരമായി ഞാൻ കാണുകയാണ്. ദൈവം എനിക്ക് തന്ന ഒരു വിലപ്പെട്ട ഒരു അവസരമായി ഞാൻ കർത്താവിനെ മുഖത്തപ്പെടുത്തിയാണ്. നിങ്ങളോടൊപ്പം ഒരുമിച്ച് എന്തോ പാസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും പോകുന്ന ആളാണ്. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ പല മേഖലകളിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശ്വാസിക്കുന്നു, വംശിക്കുന്നു, അവിടെ ദൂരെ ഞങ്ങളെ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ചുരുക്ക സമയം കൊണ്ട് എനിക്ക് വിഷയം മുഴുവൻ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ 2 മണിക്കൂർ വേണം. എന്നാൽ ചുരുക്ക സമയം കൊണ്ട് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നാം മരണം വിട്ട് ജീവനിൽ, ഞാൻ ചോദിച്ചോട്ടെ, ഏത് ജീവനാണത് എന്ന് പറയണം? നിത്യജീവൻ. കാരണം ഇവിടെ ആദാമിനോട് ദൈവം പറഞ്ഞു, ഹവ്വായോട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ, കുഞ്ഞുങ്ങളെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ. അവർ തിന്നതാണെങ്കിൽ എന്ത് ചെയ്തു? പക്ഷെ 5-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദാം 930 സംവത്സരം. അപ്പൊ എന്തായിരുന്നു ആ മരണം? അപ്പോ അതാണ് ഇവിടെ നാടീയ മരണം വിട്ട് എന്തിലേക്ക് വന്നു? സാധാരണ ജീവനിലേക്കല്ല, എന്ത് ജീവനിലേക്ക്? നിത്യജീവനിലേക്ക്, ദൈവിക ജീവനിലേക്ക്. കർത്താവ് നൽകുന്ന അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനെ നൽകിക്കൊണ്ട്, ലോകത്തിന്റെ മുമ്പിൽ പരിഹാരമായി നൽകിക്കൊണ്ട് ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി നേടിയിരിക്കുന്ന ആ നിത്യജീവനെ കുറിച്ചാണ്. ആ ജീവനാണ് നാം മരണം വിട്ട് ജീവൻ എങ്ങനെ അറിയാന്ന് പറയുന്നത്. സഹോദരന്മാരെ സ്നേഹിക്കുന്നു. കുഞ്ഞുങ്ങളോട്